ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫ്തോങ്സ് ആണ്. ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വവൽ ഗ്ലൈഡ് and there are two types of diphthongs, closing diphthongs and centering diphthongs. Okay, and let's move. What is closing diphthongs? ഏതൊക്കെ സൗണ്ട്സിനെയാണ് നമ്മൾ ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്? ഒരു ഡയഗ്രാം വരച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടിട്ടുള്ള മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മുടെ ടങ്ങിന്റെ ഒരു പൊസിഷൻ. നമ്മൾ ഈ ഫോണറ്റിക്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ ടങ്ങിന്റെ ഒരു പൊസിഷൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട് വശം, ടങ്ങിന്റെ ഫ്രണ്ട് വശം നിന്നും ഇത് സെന്ററും അത് അതിനേറ്റവും ബാക്ക് വശം, അങ്ങനെയാണ് ഇത് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടങ്ങിന്റെ ഫ്രണ്ട് വശത്തില് എ എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഫ്രണ്ട് എ അല്ലേ. ഓ എന്ന് പറയുമ്പോൾ ബാക്കിലോട്ട് പോകും. എ എന്ന് പറയുന്ന ഈ വവൽ എ ഇയിലോട്ട് പോകുമ്പോൾ, ടങ് എയിൽ നിന്നും ഇയിലോട്ട് പോകുമ്പോൾ എ അല്ലേ, നിങ്ങളൊന്ന് പ്രൊനൗൺസ് ചെയ്തേ. എയിൽ നിന്നും ഇയിലോട്ട് പോവുകയാണ് അല്ലേ. അപ്പം ഇത് തമ്മിൽ കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് ഏത് ഡിഫ്തോങ് സൗണ്ട്സ് ഉണ്ടാകുന്നത്? എ ഉണ്ടോ? ടങ് ഇയിൽ നിന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഇയിൽ നിന്നും ഐയിലേക്ക് പോയാൽ അത് എ എന്നാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ആയിൽ നിന്നും ഐയിലേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ ഒരു ഡിഫ്തോങ്സ് കിട്ടി, ആയി കേട്ടോ. ഒരു ടങ്ങിന്റെ പൊസിഷൻ നമ്മൾ ഒരു വവൽ സൗണ്ടിൽ നിന്നും വേറൊരു വവൽ സൗണ്ടിലേക്ക് പോയി അത് കൂടി ചേർന്ന് വേറൊരു സൗണ്ടായി മാറുന്നു. അങ്ങനെയുള്ളതിനെ നമുക്ക് ഡിഫ്തോങ്സ് എന്ന് പറയാം. ഇതാണ് ഐ. ആയിൽ നിന്നും ഇയിലേക്ക് പോയാൽ ഐ കണ്ടോ, അപ്പൊ അതൊരു ഡിഫ്തോങ്. ഇനി അടുത്ത നോക്കിക്കേ. ഈ ആയിൽ നിന്നും ഈ ഊവിലേക്ക് പോകുമ്പോൾ അതെന്തായിട്ട് മാറി? കണ്ടോ, ആയിൽ നിന്ന് നമ്മുടെ ഒരു ടങ്ങിന്റെ ഒരു പൊസിഷൻ ആയിൽ നിന്നും ടങ് എങ്ങോട്ടേക്ക് പോകുന്നു? ഊവിലേക്ക് പോകുന്നു. അടുത്ത ഡിഫ്തോങ്സ് ആയി. അടുത്തത് ഓ എന്ന സൗണ്ട് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ടങ് ഓ എന്ന് പറയുമ്പോൾ ബാക്കിലേക്ക് പോവുകയും ഓയിൽ നിന്നും യുവിലേക്ക് വരുമ്പോൾ എന്തായി? ഔ ഔ ഔ എന്ന് പറയത്തില്ലേ? ഔ
അത് അങ്ങനെ വരും. അപ്പൊ എത്ര ഡിഫ്തോങ്സ് നമ്മളിവിടെ കണ്ടു? ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് എ, ഐ, ഓ, ഔ, ഓ, ഔ കണ്ടോ? അപ്പൊ ഇത്രയും നമ്മൾ ക്ലോസിംഗ് ഡിഫ്തോങ്സിൽ കണ്ടു. അപ്പൊ ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് എ. ഇതാണ് ഫസ്റ്റ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. എ ആസ് ഇൻ എയിം കണ്ടോ? എയിം. പിന്നെ പെയിൻ, PAIN പെയിൻ. പിന്നെ പ്ലേ, പ്ലേ. ഇതിനകത്തെല്ലാം നമുക്ക് ഏത് ഡിഫ്തോങ്സ് ആണ് വരുന്നത്? എയിം. എയിം എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ AE, AE, AE കണ്ടോ? എയിം. പെയിൻ, പെയിൻ, പെയിൻ കണ്ടോ? പ്ലേ, പ്ലേ, പ്ലേ കണ്ടോ? പ്ലേ ഇ. അപ്പൊ ഏത് ഡിഫ്തോങ്സ് ആണ് ഇതിനകത്തെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിക്കേ. പെയിൻ, പെയിൻ, പ്ലേ കണ്ടോ? അപ്പം ഫസ്റ്റ് ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് എ ആണ്. ടങ് ഇ എന്ന പൊസിഷനിൽ നിന്നും അല്ലെങ്കിൽ എ എന്ന പൊസിഷനിൽ നിന്നും ഇ എന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഡിഫ്തോങ്സ് കിട്ടുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? എ ആസ് ഇൻ എയിം, പെയിൻ, പ്ലേ, പ്ലേ, എ കണ്ടോ? പ്ലേ, എ. ഇതെല്ലാം നിങ്ങൾ പ്രൊനൗൺസ് ചെയ്തുകൊണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ പെയിൻ, പെയിൻ എന്ന് പറയുമ്പോൾ പ എന്ന സൗണ്ടിലൂടെ എ ഇൻ, പെയിൻ. അത് ക്ലിയർ ആയോ? ഫസ്റ്റ് ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് ഡിഫ്തോങ്സ് ഒക്കെ എഴുതി വെക്കണം നിങ്ങൾ കേട്ടോ. എ, ഫസ്റ്റ് വൺ ഈസ് എ. അത് എഴുതി. ഫസ്റ്റ് ഡിഫ്തോങ്സ്, ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് എ ആസ് ഇൻ എയിം, എയിം ബ്രാക്കറ്റിൽ. പിന്നെ പെയിൻ, പെയിനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പെയിൻ, പെയിൻ. പിന്നെ പ്ലേ, പ്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടോ? പ്ലേ. ഇതാണ് ഫസ്റ്റ് ക്ലോസിംഗ് ഡിഫ്തോങ്സ് എ. ഡേറ്റ് ഒന്നുമില്ല, ഡേറ്റ് ഒന്നുമില്ല. സെഷൻ 2, സെഷൻ 2 കാണാൻ സാറേ. ആ ഡേറ്റ് ഇന്ന് രണ്ടല്ലേ? ആ അത്ര. ഫസ്റ്റ് വൺ ഈസ് എ. നമ്മുടെ ക്ലോസിംഗ് ഡിഫ്തോങ്സിലെ ഫസ്റ്റ് ഡിഫ്തോങ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വവൽ ഗ്ലൈഡ് എന്ന് പറയുന്നത് എ ആസ് ഇൻ എയിം, പെയിൻ, പ്ലേ. മനസ്സിലായോ? എ ഇ. രണ്ട് സൗണ്ട്സ്, രണ്ട് വവൽ സൗണ്ട്സ് ഒന്നിച്ച് ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ. നെക്സ്റ്റ് ഈസ് ഐ. I, I കേട്ടോ? I, I as in eyes. I as in eyes. ഐസിനെ നമ്മുടെ വേർഡ് ഐസ് എന്ന സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ICE അല്ലേ? നമ്മുടെ സ്പെല്ലിംഗ് ഐസ്. പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഐ എന്ന് പറയുമ്പോൾ ആ എന്ന വവൽ സൗണ്ടിൽ നിന്ന് നമ്മുടെ ടങ് ഇയിലേക്ക് പോകുന്നുണ്ട്. ഉണ്ടോ? ഐ, ഐസ്. മനസ്സിലായോ? ഐസ് എന്ന് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഐസ്, ഇ എന്ന വവൽസ് ഡിഫ്തോങ്സ് യൂസ് ചെയ്യുന്നു. ഐ ഇസ് ഐസ്. ഓക്കെ, ഐസ്. പിന്നെ ബൈ, BUY, ബൈ. എങ്ങനെ എഴുതും നമ്മൾ? ബൈ, ബൈ കണ്ടോ? ബൈ. Then bite, bite,
bite, bite. കേട്ടോ bite. Then fly, 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 fly. ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണേ. A as in aim. അടുത്ത ഡിഫ്തോങ്സ് ആണ് I. I as in eyes, bite, bite, fly, fly, fla, FL എഴുതിയിട്ട് I, fly. ക്ലിയർ ആയോ? അപ്പോൾ ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ A, സെക്കൻഡ് വൺ I. or the next one, third one is O. O ഇട്ടിട്ട് I. O എന്ന ടങ് O എന്ന പൊസിഷനിൽ നിന്നും E എന്ന പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് വരുന്നത് O എന്ന ഡിഫ്തോങ്സ്. വവൽ ഗ്ലൗണ്ട് വരുന്നത് സൗണ്ട്സ് ഓയിൽ നിന്നും ഇയിലേക്ക് വവൽ ഗ്ലൈഡ്സ് നടക്കുന്നുണ്ട്. ദിസ് ഓയിൽ. ഓയിൽ ആസ് ഇൻ ഓയിൽ. ഓയിൽ ആസ് ഇൻ ഓയിൽ. ഇതെങ്ങനെയാ നോക്കിക്കേ. ഓയിൽ, ഓയിൽ. O E in. ഹലോ ട്രാൻസ്ലേഷൻ നടക്കുമ്പോൾ O എന്ന സൗണ്ട് വരണം. O E, ഓയിൽ അല്ലേ? O E, ഓയിൽ, in, ഓയിൽ. ബോയിൽ ആണെങ്കിലോ, ബോയിൽ ആണെങ്കിൽ ബ എന്ന സൗണ്ടിന്റെ കൂടെ ബോയി ഇൽ, ബോയിൽ. ബോയി ആണെങ്കിലോ ബ എന്ന സൗണ്ടിന്റെ കൂടെ ബോയ്. ഉണ്ടോ? ഓക്കെ. ബോയിൽ, ബോയ്. ഓയിൽ, ബോയിൽ, ബോയ്. ബ എന്ന സൗണ്ടിന്റെ കൂടെ ഓയ്, ബോയ്. ഇ എന്ന സൗണ്ടിന്റെ കൂടെ ഓ ഇ. ഡിഫ്തോങ്സ് ഏതാ വരുന്നത്? ഓയ്. എഴുതിയിട്ട് ഓയ്. ഓക്കെ. അടുത്ത തേർഡ് വൺ നമ്മൾ കണ്ടു ഓയ്. അടുത്ത ഫോർത്ത് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോർത്ത് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് ഔ. ആയുടെ കൂടെ യു കൂടെ വരുമ്പോൾ ആ ടങ് ആ എന്ന പൊസിഷനിൽ നിന്നും ഉ എന്ന പൊസിഷനിലേക്ക് പോകുമ്പോൾ വരുന്ന സൗണ്ടാണ് ഔ. ഔ. ഔ ആസ് ഇൻ ഔട്ട്. ഔട്ട്. ഔ ആസ് ഇൻ ഔട്ട്. ഔട്ട് നമ്മളപ്പോൾ എങ്ങനെ എഴുതണം? ഔ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഔ, ഔട്ട്. കേട്ടോ? ടീ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം ബൗട്ട് എങ്ങനെ വരും? ബൗട്ട്. ബൗട്ട് എന്ന് പറയുമ്പോൾ ബ എന്ന സൗണ്ടിന്റെ കൂടെ ഔ, ബൗട്ട്. കേട്ടോ? ബ എന്ന സൗണ്ടിന്റെ കൂടെ ഔ, ബൗട്ട്. ഓക്കെ. ദെൻ കൗ എങ്ങനെ വരും? കൗ. ക സൗണ്ട് ഏതാ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? കൗവിന്റെ ക സൗണ്ട് കൗ. ക, ഔ, കൗ. ഉണ്ടോ? ക്ലിയർ ആയോ? ഔ. അപ്പൊ ഓരോ സൗണ്ടിനും ഓരോ പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അത് വെച്ചിട്ട് വേണം നമ്മളിത് പഠിച്ചെടുക്കാൻ. അപ്പം നിങ്ങൾ കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ സൗണ്ടിനും ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നോക്കിയേ. തേർഡ് വൺ ഈസ് ഓയ് ആസ് ഇൻ ഓയിൽ. ഫോർത്ത് വൺ ഔ ആസ് ഇൻ ഔട്ട്. ഓക്കെ. ഔ, ആ, ഉ, ഔ. ഔ ആസ് ഇൻ ഔട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ ഈസ് fifth one is O. Fifth one is O. ഓയിൽ നിന്നും ഓവിലേക്ക് പോകുമ്പോഴാണ് ഓ. ഓ എന്ന സൗണ്ട്. It means as in over. As in over. O. Over. Over. അപ്പൊ നമ്മള് O. O. കണ്ടോ? Over. Over. Over, over, over. Over. Then go. Go as in go. Go എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടത് go. ഉണ്ടോ? Go.
boat, as in boat, as in boat, 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 കേട്ടോ, as in boat. Okay. അപ്പൊ ഇത്രയുമാണ്. ഒരു എക്സാമ്പിൾ, as in not, not എങ്ങനെ എഴുതും? n not, not ഉണ്ടോ? അപ്പൊ ഇത്രയും 5 എണ്ണമാണ് നമ്മളുടെ ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയായിരുന്നു ക്ലോസിംഗ് ഡിഫ്തോങ്സ്? ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? എ, ഐ, ഔ, അല്ലേ? പിന്നെ ഏതൊക്കെയായിരുന്നു? ഓയ്, 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 ഔ. Yes. Fifth one. First one, second one, third, fourth, fifth. A, I, ഔ, ഓ, ഓയ്. ഇത്രയുമാണ് ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് സെന്ററിംഗ് ഡിഫ്തോങ്സ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. സെന്ററിംഗ് ഡിഫ്തോങ്സ്. അടുത്ത് നോക്കണേ, സെന്ററിംഗ് ഡിഫ്തോങ്സ്. ഓക്കെ, സെന്ററിംഗ് ഡിഫ്തോങ്സ് അടുത്ത നമ്മുടെ ടോപ്പിക്കാണ്. സെന്ററിംഗ് ഡിഫ്തോങ്സ്. സെന്ററിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് കേട്ടോ. അത് നമുക്കൊരു ഡയഗ്രം. There are 3 centering diphthongs ആണുള്ളത്. ഡിഫ്തോങ് സൗണ്ട്സ് 3 എണ്ണമാണുള്ളത് സെന്ററിംഗില്. അത് നമുക്കൊരു ഡയഗ്രം വച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് അറിയാം. ഓക്കെ, നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ഫ്രണ്ട് പൊസിഷൻ, ടങ്ങിന്റെ ഫ്രണ്ടും ബാക്കും നമ്മൾ വരച്ച് സെന്റർ വരച്ച്. ഇത് ടങ്ങിന്റെ ഫ്രണ്ട് പൊസിഷനായിട്ട് വരും, ഇത് ടങ്ങിന്റെ ബാക്ക് പൊസിഷനായിട്ട് വരും, ഇതതിന്റെ സെന്റർ. ഓക്കെ, ഇനി വോവൽ ഗ്ലൈഡ്സ് വരുമ്പോൾ നമ്മൾ കണ്ടു, ഇവിടെ ഒരു ഐ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നിന്ന് എയിൽ നിന്നും ഐ ഇങ്ങോട്ട് പോയായിരുന്നു. അപ്പൊ അതുപോലെ സെന്ററിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഐ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഈ ഐയിൽ നിന്നും തിരിച്ച് എയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു ഡിഫ്തോങ് സൗണ്ട്സ് കിട്ടും. ദാറ്റ് ഈസ് ഇ. കണ്ടോ, സെന്ററിംഗ് ഡിഫ്തോങ്. സെന്ററായ ഐയിൽ നിന്ന് നമ്മുടെ ടങ് മൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുന്നു? എയിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫ്തോങ്സ് ആണ് സെന്ററിംഗ് ഡിഫ്തോങ്സ് നമ്പർ 1 എ. ഓക്കെ, അടുത്തത് നമ്മൾ കണ്ടത് ഇവിടെ ഒരു ഊ ഉണ്ടായിരുന്നു അല്ലേ? ഈ ഊവിൽ നിന്നും